அப்ப ഞാൻ പറയില്ല ഞാൻ പാത്ത് ഞാൻ அந்த അമ്മയ്ക്ക് പുറക്കത്താൻ വന്നിருக்கு. അപ്പോഴ് ഇവരുടെ രീതി അങ്ങ് മാറി. അവരുടെ രീതി അങ്ങ് മാറിയിട്ട് എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് സാറേ ഉങ്ങള് പെരിയ ആളുതാൻ, உங்களுக்கு அம்மை பார்த்து உங்களை அம்மையும் பார்த்து அம்மதான் அந்த மற்ற யாருமே இல்ல. உங்களை நீங்க ஒரு காரியம் செய்யுங்க, அங்க பார்க்காம பார்க்க തൊഴുത് அங்க പോയിരുന്ന് ധ്യാനം ചെയ്ത് അവിടെ ഒരു ഇടമുണ്ട്, ഒരു സ്വർണ്ണ താമര. യഥാർത്ഥത്തിൽ അമ്മേ എന്ന് വിളിച്ച് തന്നെ വേണം പ്രാർത്ഥിക്കേണ്ട. അതിനകത്ത് മഹാദേവനും മഹാവിഷ്ണുവും കൃഷ്ണനും അയ്യപ്പനും ഗണപതിയും നാഗരും എല്ലാം ഉണ്ട്, സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ ഏത് വഴി വരണം, അതെനിക്ക് ആരെയും കാണുന്നില്ല അമ്മേ, ഞാൻ എങ്ങനെ വരും എന്നും പറഞ്ഞ് ഞാൻ അമ്മയെ അവിടെ നിന്നോട് തൊഴിയ, കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനെ തൊഴിയാണ് അമ്മേ. ഞാൻ ഇങ്ങനെ കണ്ണ് ചെറുതായിട്ട് തുറന്നപ്പോൾ കാണാം, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പളനിയിൽ പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പം ആ ഒരു ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹം തന്നെ. കാരണം വെച്ചാൽ എൻ്റെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുരുകൻ സ്വാമിയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പുറത്തിപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ അത് ശരിയാവത്തില്ല, എല്ലാവർക്കും അതൊരു ഇതായിട്ട് തോന്നും. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ട ധ്യാനം നടത്തി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഠിന വ്രതം എല്ലാം നോറ്റ ഒരാളായതിൻ്റെ പേരിലുള്ള ഒരു ഗുണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സത്യമായ കാര്യങ്ങളാണ്. അപ്പം മുരുകനെ കാണണം, പളനി പോകണം എന്നൊരാഗ്രഹം വന്ന് ഞാനങ്ങനെ പളനിക്ക് പോയി. അപ്പം എൻ്റെ അളിയൻ ആയിട്ട് എപ്പോഴും വിളിക്കും, അളിയൻ അവിടെ എല്ലാം നല്ല അറിയാം. അങ്ങനെ ഞാനിങ്ങനെ പളനി പോയിട്ട് ഇറങ്ങിയപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഉച്ചയോടങ്ങൻ്റെ ആയാലും എനിക്ക് പിന്നെ തിരിച്ചു വരാൻ രാത്രിയിലെ ട്രെയിനുള്ളു കൊല്ലത്തോട്ട് വരെ. അപ്പം ഞാൻ എൻ്റെ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ പളനി പോയി പിന്നെ കണ്ടു തൊഴുതു. എവിടെ ഞാൻ ഇപ്പം മധുരയിൽ വന്നു, ട്രെയിൻ കയറുന്നതിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അളിയൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടെ ഒരു കാര്യം ചെയ്യാം, അവിടെ അടുത്ത് മധുര മീനാക്ഷി അമ്മ ക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അവിടെ ഒന്ന് പോയി തൊഴുത് നല്ലതാ, ചിലപ്പോൾ അവിടെ തുറന്നിരിക്കാന്ന് പറഞ്ഞ സീസൺ അല്ല എങ്കിലും ഒന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് അത് എവിടെ അത് ചോദിച്ചാൽ മതി പറഞ്ഞുതരും. അങ്ങനെ ഞാൻ അവിടുന്ന് മധുര മീനാക്ഷി അമ്മ ക്ഷേത്രം ചോദിച്ചു പോയി. ഞാൻ അവിടെ ചെന്നപ്പം ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്തം വിട്ടു. ഈ എന്തോരു ക്ഷേത്രമായത്, എന്തോരു ഒരു മനുഷ്യൻ തന്നെ ആണോ ഈ ക്ഷേത്രം പണിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത്ഭുതപ്പെടുത്തി കളഞ്ഞെന്നെ. കാര്യം അവിടെ ചെന്നപ്പം എനിക്ക് 2 മണി സമയം കണ്ടാണ്, അവിടെ ആളുമില്ല, പേരൊന്നും ആരെയും കാണുന്നില്ല. അന്നൊരു സീസൺ അല്ല, ഈ സമയം അതല്ലേ. അപ്പം കടയിൽ ചെരുപ്പ് കട, ഈ ചെരുപ്പ് കൊണ്ടുപോകാനുള്ള കടയിൽ കൊണ്ടുപോകാൻ ഒരു ബാഗും ചെരുപ്പും അവിടെ മേടിച്ചു. ആരുമില്ല. ഞാൻ അമ്പലത്തിന്റെ വാതിലിൽ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി നടന്ന് നിൽക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പം ഇത് എന്ത് ചെയ്യുന്നേ, ഈ അമ്പലത്തിന്റെ വാതിൽ എവിടാ, അതായത് ഈ ശ്രീകോവിലോട്ട് പോകണ്ടേ. അപ്പം മെയിൻ കവാടം കഴിഞ്ഞ് കയറി അങ്ങോട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയുടെ മുന്നേ ആദ്യമായിട്ട് വരിക, പക്ഷെ അമ്മയൊന്ന് ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങനെ ഏത് വഴി വരണം, അതെനിക്ക് ആരെയും കാണുന്നില്ല അമ്മേ, ഞാൻ എങ്ങനെ വരും എന്നും പറഞ്ഞ് ഞാൻ അമ്മയെ അവിടെ നിന്നോട് തൊഴിയ, കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനെ തൊഴിയാണ് അമ്മേ. ഞാൻ ഇങ്ങനെ കണ്ണ് ചെറുതായിട്ട് തുറന്നപ്പോൾ കാണാം, എന്നെ അമ്പരപ്പിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു 30-35 വയസ്സ് വരും, അതിസുന്ദരിയായ പച്ച സാരിയും ചുമന്ന ബ്ലൗസും ഇതൊക്കെ ഉള്ളത് ഒരു സ്ത്രീ. അതായത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവരിങ്ങനെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കാലയില് ഈ പഞ്ഞി പോലെ പളപളായിരിക്കുന്ന മൃദുലമായ കാല്, അതിനകത്ത് ആ കാലയില് ഈ മൊത്തം കുങ്കുമത്തിന്റെ പകുതി ഇങ്ങനെ പാദം ഇങ്ങനെ കറങ്ങി ഉപ്പൂറ്റിൽ അവിടെയൊക്കെ കുങ്കുമത്തിന്റെ കളറുള്ള ഇത് കാണും. കയ്യിലും ഒക്കെ ഇങ്ങനെ കാണാം, നല്ല വെളുത്തിട്ടാണ്. അപ്പൊ ഇങ്ങനെ നടന്നു പോയി. അപ്പൊ എൻ്റെ മനസ്സ് പറഞ്ഞ് അവരുടെ ഒപ്പം പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് പറഞ്ഞ അമ്മ തന്നെയാണ്. എനിക്കത് എന്തോ ഉള്ളിൽ എനിക്കത് ഒരു അനുഭവപ്പെട്ടു. ഞാൻ ആ അമ്മയുടെ കൂടെ നടന്നു. ഞാനിങ്ങനെ നടന്നു പോയി. ഞാൻ ചെയ്ത് എവിടെ പോകുന്നത്, എന്തോരു ദൂരമായത്, നടന്നിട്ടും കാണാൻ കഴിയുന്നില്ല. അവസാനം അമ്മ ഇങ്ങനെ കുറെ ദൂരം നടന്നു പോയാണ്. അപ്പൊ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനൊരു വളഞ്ഞ് വന്നപ്പം ഞാൻ പെട്ടെന്ന് ഓടി. അപ്പൊ ഇങ്ങനെ അമ്മ വളഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നടന്നു വന്നു. അപ്പം ഞങ്ങൾ ഏതാണ്ട് കുറച്ച് അടുത്ത് മാത്രം
എൻ്റെ ഒരു 8 മീറ്റർ ഡിസ്റ്റൻസിലാണ് അമ്മ വളഞ്ഞത്. ഞാൻ അവിടെയാണ്. ഞാൻ അപ്പോഴത്തേക്ക് അമ്മ വളഞ്ഞ ഉടനെ പെട്ടെന്ന് ഞാൻ ഓടി വന്നപ്പം ഈ ഇത്ര ഡിസ്റ്റൻസിൽ വന്ന ഞാൻ നോക്കിയപ്പോൾ അമ്മ കുറെ അങ്ങായി. അപ്പോഴും പെട്ടെന്ന് ഞാൻ നടന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ എന്തോ മുടി കുരുങ്ങിയത്, എന്തോ ഒരു സംശയം. ഞാൻ ഇങ്ങനെ മുടി കുരുങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയപ്പോൾ മുടിയൊന്നും കാലെ കാണുന്നില്ല. അപ്പൊ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? മുടിയൊന്നും കാണുന്നില്ലല്ലേ. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം അമ്മ അങ്ങ് നിൽക്കുന്നു. ഒരു 3-4 പേരുടെ അടുത്ത് നിൽക്കുന്നു. അമ്മ അവിടെ നിന്നവരായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്നു. അപ്പോഴ് കുറച്ചുകൂടെ നടന്നപ്പോൾ കാണാം വീണ്ടും എൻ്റെ കാലയില് എന്തോ വീണ്ടും മുടി കുരുങ്ങുന്ന പോലെ തോന്നുന്നു. ഞാൻ വീണ്ടും കുനിഞ്ഞ് മുടി നോക്കിയിട്ട് മുടി കാണുന്നില്ല. നോക്കിയപ്പം അമ്മയില്ല. ആ 3-4 പേര് തിരുമേനി അവിടുത്തെ അമ്പലത്തിന്റെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അങ്ങനെ എളുപ്പം ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു അമ്മ എങ്ക പോയെന്ന് ചോദിച്ചു. ശ്രീകോവിൽ എങ്ക ഇருக்கு, അതുതാൻ ശ്രീകോവിൽ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞ അതുതാൻ ശ്രീകോവിൽ അങ്കപ്പാക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ നോക്കിയപ്പം അമ്പലം തുറന്നിരിക്കുക തൊഴുത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് ഒരു 30-35 ഏജ് ഇருக்கு. எப்போ அவரு ചോദിക്കാനുണ്ട് எப்போ வந்தீங்க? ഞാൻ இப்பதான் உங்களை என்ன பேசுறேன், இங்க കുറെ ടൈം ആയിരിക്കും, ഇങ്ങ ആരുമേ വന്നില്ല, ഇപ്പൊ സീസൺ അല്ലേ, അതുകൊണ്ട് ആരുമേ ഇങ്ങ വന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പാത്ത അന്ത അമ്മ പുറകെത്താൻ ഞാൻ വന്നത്, എനിക്ക് എന്താ വഴി തെരിയില്ലായിരുന്നു. അതങ്ങനെ പ്രാർത്ഥിച്ച് നിന്നപ്പം ഒരു അമ്മ വന്ന് അമ്മയുടെ പുറകെത്താൻ ഞാൻ വന്നിരിക്കെ. ഞാൻ പാത്ത് ഉങ്ങൾക്കിட்ட പേശുறது. അപ്പൊ അമ്മയ്ക്ക് ഞാൻ കണ്ട് ഈ ഒരു പാത്രം പോലെ അമ്മയുടെ കൈ ദൂരത്താണെങ്കിലും കണ്ട് അതിനകത്ത് പൂവ് എന്തൊക്കെയോ സാധനങ്ങള് ഈ അമ്മയ്ക്ക് ഇവർ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രത്തില് പൂവ് അത് ഇതെല്ലാമായി കൊടുത്തിട്ട് ഞാൻ പാത്ത് എൻ്റെ അടുത്ത് സാർ അങ്ങനെ ഒരാളിങ്ക വന്നില്ല, കണ്ടിപ്പ വന്നില്ല. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ പാത്ത് ഞാൻ അന്ത അമ്മയ്ക്ക് പുറക്കത്താൻ വന്നിருக்கு. അപ്പോഴ് ഇവരുടെ രീതി അങ്ങ് മാറി. അവരുടെ രീതി അങ്ങ് മാറിയിട്ട് എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് സാറ് ഉങ്ങൾ പെരിയ ആളുതാൻ, உங்களுக்கு அம்மை பார்த்து உங்களை அம்மையும் பார்த்து அம்மதான் அந்த மற்ற யாருமே இல்ல. உங்களை நீங்க ஒரு காரியம் ചെയ്യുங்க, அங்க பார்க்க அம்மை பார்க்க തൊഴുത് அங்க പോയിരുന്ന് ധ്യാനം ചെയ്ത്. അവിടെ ഒരു ഇടമുണ്ട്, ഒരു സ്വർണ്ണ താമര വെക്കുന്നതിന്റെ ഇപ്പുറത്തൊരു സ്ഥലം, അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞകത്തെല്ലാം കയറി തൊഴുത് ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ആ വിഗ്രഹം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അത്ഭുതം തോന്നുന്നു. ഈ അമ്മയുടെ മുഖം പോലാണല്ലോ അതും കാണുന്നത് എന്നൊരിക്കലും അത്ഭുതം തോന്നി. പക്ഷെ അവിടെ എല്ലാം തൊഴുതു. അവര് പറഞ്ഞ പോലെ ആ സ്വർണ്ണ താമരയുടെ ഇപ്പുറത്ത് പോയിരുന്ന ധ്യാനിച്ച് അങ്ങനെ ഞാൻ രാത്രിയില് അവിടുന്ന് നാട്ടിൽ വന്നു. അന്ന് ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ അമ്മയെ കണ്ടതിന് വന്നതിന് ശേഷമാണ് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു സത്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറയാം, മഹാഗുരു എന്ന് പറഞ്ഞൊരു സീരിയലില് ഞാൻ ഭൈരവൻ ശാന്തി എന്ന് പറഞ്ഞൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 65, 69, 97 എന്നുള്ള എപ്പിസോഡുകളിനകത്ത് ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും ഞാനും ആ പ്രപഞ്ചവും പ്രകൃതിയായിട്ടുള്ള എന്താ ബന്ധം എന്നുള്ളത് ബോധ്യം. അത് ഒരു നിയോഗം പോലെ എൻ്റെ വന്ന് ചേർന്നൊരു വേഷമാണ്. അത് സത്യമായി അതാണ് എൻ്റെ ജീവിതം. അപ്പം ആ ഒരു രഹസ്യം എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, ഞാൻ പറയത്തുമില്ല, അത് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടുന്ന ഒരു ഷർട്ടുണ്ട്, ഞാൻ നിധി പോലെ കൊണ്ടു നടക്കുന്ന ഷർട്ടാണ്. എൻ്റെ അമ്മയുടെ നിറം എന്താണെന്നും, അതായത് യുഗാന്തരം പഴക്കമുള്ള ശൂലം എന്ത് നിറമാണെന്നും എന്താണെന്നുള്ള എല്ലാം ഇത്രയൊക്കെ ഇപ്പം നിങ്ങൾ അറിയുക. ബാക്കിയുള്ളതൊന്നും ഞാൻ തുറന്ന് പുറത്തോട്ട് പറയില്ല. കാര്യം ഞാൻ ഇടുന്നൊരു ഷർട്ടുണ്ട്, എനിക്ക് നിധിയാണത്. അതെൻ്റെ ആ ഒരു ഷർട്ട് എൻ്റെ കയ്യിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു ഭവിച്ചതാണ്. അപ്പം എൻ്റെ അമ്മ എന്താണെന്ന് എനിക്കത് അറിയാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതൊക്കെ സത്യമായ കാര്യം, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഏറ്റവും ശ്രേഷ്ഠവും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയായ അമ്മ, പ്രപഞ്ചേശ്വരി, ആദിപരാശക്തി, ഭദ്രമാതാവ്, അമ്മയാണ് ആദിമാതാവ്. അമ്മയാണ് എല്ലാം. അമ്മയ്ക്ക് ശേഷമാണ് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത്, എല്ലാത്തിലും പിറവിയെടുത്തത്. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയിലെന്നല്ല, ഈ പ്രപഞ്ചത്തിൽ എവിടെ നിന്നില്ലാത്തിടങ്ങളിലെല്ലാം ജീവരാശികളുണ്ട്, ജീവാംശമുണ്ട്, വായുവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം.
ഈ ശക്തികൾ കുടിയിരിക്കുന്ന ഗ്രഹങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയും വിദൂരങ്ങളിലിരിക്കുന്ന ശക്തിക്ക് എന്തോന്ന് വിദൂരം. ഇവിടെ നമ്മളൊരു 100 കിലോമീറ്റർ ഉയരങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ചവിട്ടിലാണ് കാര്യങ്ങൾ. ഈ വലിയ വലിയ മൈതാനങ്ങളൊക്കെ നമ്മൾ ചവിട്ടിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ ഇതൊരു വലിയ ഒരു കാര്യമായിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമ്മേ എന്ന് വിളിച്ച് തന്നെ വേണം പ്രാർത്ഥിക്കേണ്ടത്. അതിനകത്ത് മഹാദേവനും മഹാവിഷ്ണുവും കൃഷ്ണനും അയ്യപ്പനും ഗണപതിയും നാഗരും എല്ലാം ഉണ്ട്, സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ട്. അപ്പം ആദിപരാശക്തി അമ്മ ഈ പ്രപഞ്ചത്തിൽ ജീവനോടെ തന്നെ മക്കളുടെ ഒക്കെ മുന്നിലുണ്ട്. പക്ഷെ ആർക്കും അതിനെ അറിയാനും ദർശിക്കാനും കഴിയുന്നില്ലെന്ന് മാത്രം. സത്യമായ കാര്യമാണ്. എനിക്കുണ്ടായ അത്ഭുതങ്ങളിലാണ് മഹാദേവൻ, എൻ്റെ പൊന്നുകൃഷ്ണൻ, എൻ്റെ അമ്മ പരാശക്തി, നാഹര്. അപ്പം ഇതൊക്കെ വലിയൊരു കാര്യങ്ങളാണ്. അതൊരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് അവരെ ഇപ്പൊ ഇദ്ദേഹത്തിനെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കത് എന്നാണ് ഇത് പുറത്ത് പറയേണ്ടി വരുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ഞാൻ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുക, അത് ഞാൻ പറയും. അത് ഇപ്പോഴെങ്ങും ടെലികാസ്റ്റ് ചെയ്യത്തുമില്ല. അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് എൻ്റെ കാലത്തിന് ശേഷമായാലും അത്. പക്ഷെ ഒരു കാര്യം പറയാം, നാം ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ നമ്മൾ ഉറച്ച് മനസ്സിലിരുത്തി വിളിച്ചാൽ ആ വിളി ഉറപ്പായിട്ടും കേൾക്കും. സംശയമില്ല. ആദിപരാശക്തി നമ്മളുടെ എല്ലാമാണ്. ആദിപരാശക്തി അമ്മയുടെ ആ ശക്തി അത് പറഞ്ഞാലും തീരാത്ത ശക്തിയാണ്. അത് സത്യമായ കാര്യമാണ്.